പലരും നമ്മുടെ ക്ലാസ്സിലുള്ള നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള പലരും പല ബിസിനസ്സാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ചാൽ മതി, 10 ബിസിനസ്സുകാർക്ക് 10 ഡിഫറെൻറ്റ് ടൈപ്പുള്ള ബിസിനസ്സുകാർക്ക് എങ്ങനെ ഒറ്റ പ്രോംപ്റ്റ് കൊണ്ട് കാര്യം നടക്കും. സോ മറ്റ് ക്ലാസ്സുകളിൽ ഇപ്പോൾ പ്രശാന്ത് സാറ് തുടക്കം പറഞ്ഞ പോലെ പല റെക്കോർഡിംഗ് ക്ലാസ്സും എടുത്ത സമയത്ത് അല്ലെങ്കിൽ പർച്ചേസ് ചെയ്ത് വാങ്ങി വെച്ച സമയത്ത് സാറിനുണ്ടായ ബുദ്ധിമുട്ട്, അതായത് ഇത് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഒരു സംശയം വന്നു അതെവിടെ ചോദിക്കണം എന്നറിയാത്തതായിരുന്നു. അപ്പം അതിനുള്ളൊരു സൊല്യൂഷൻ കൂടിയാണ് ഇന്ന് തൊട്ടുള്ള ക്ലാസ്സുകളിൽ ഏറ്റവും അവസാനം ഒരു 10 മിനിറ്റ് നമ്മൾ മാറ്റിവെക്കുന്നത്. നിങ്ങളുടെ ഉള്ള സംശയങ്ങൾ നിങ്ങൾക്ക് അപ്പം തന്നെ ചോദിക്കാം അന്നത്തെ ക്ലാസ്സിനെ കുറിച്ച്. അതേപോലെ അതിൻ്റെ ഉള്ളിൽ വേറെ നിങ്ങളുടെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ചുള്ള സംശയങ്ങൾ ചോദിച്ചാലും ആൻസർ ചെയ്യാം. സോ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം. ഇന്നത്തെ ടോപ്പിക്ക് നമുക്ക് എന്തുകൊണ്ടാണ് ബിസിനസ് പലപ്പോഴും സ്റ്റക്കായി കിടക്കുന്നത്, വേറൊരു രീതി പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ബിസിനസ് മുന്നോട്ട് പോകാത്തത്. കാരണം നമ്മൾ ബിസിനസ് ഓണേഴ്സ് എല്ലാവരും തന്നെ രാപ്പകലില്ലാതെ, കാരണം എൻ്റെ കുറച്ച് ക്ലയൻസ്, മുൻപുണ്ടായിരുന്ന കുറച്ച് ക്ലയൻസ്, അവരുടെ മെയിൻ ഒരു പരാതി അല്ലെങ്കിൽ പരിഭവം, പരാതി എന്ന് പറയേണ്ട, പരിഭവം എന്ന് പറയാം. കാരണം ഞങ്ങൾ രാവിലെ ഓഫീസിലേക്ക് പോകുന്നു, അതിനു മുമ്പ് തന്നെ സ്റ്റാഫിനെ മാനേജ് ചെയ്യണം, ചില കാര്യങ്ങൾ സ്റ്റാഫിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കണം. ഇതേ സമയത്ത് ചിലപ്പോൾ സ്റ്റാഫ് ഡീൽ ചെയ്തിട്ട് പറ്റാത്ത ക്ലയൻസ് ഞങ്ങൾ നേരിട്ട് വിളിക്കും. ചിലപ്പോൾ അതവർ ഏർലി മോർണിംഗിനാണ് വിളിക്കുക, ചിലപ്പോൾ അവർ ലേറ്റ് നൈറ്റിനാണ് വിളിക്കുക. അപ്പോൾ സത്യം പറഞ്ഞാൽ രാവിലെ ഒരു 6 മണി മുതൽ രാത്രി 10 മണി വരെ ഇവരുടെ ബിസിനസ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ബിസിനസ് അല്ല ഓടുന്നത്, ശരിക്കും ബിസിനസ്സിന് വേണ്ടി ഇവരിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങളിൽ എത്ര പേർക്കുണ്ട്? അതായത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിനേക്കാളും നിങ്ങളുടെ ഫാമിലിയെക്കാളും നിങ്ങളുടെ മറ്റ് ഫേവറേറ്റ് മൊമെൻറ്റ്സിനേക്കാളും ഏറ്റവും കൂടുതൽ ബിസിനസ്സിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യേണ്ട അവസ്ഥ നിങ്ങളിൽ എത്ര പേർക്കുണ്ട്? അപ്പോൾ പലരും നമ്മൾ രാവിലെ തൊട്ട് രാത്രി വരെ നമ്മുടെ ബിസിനസ്സിന് വേണ്ടി ഓടുമ്പോൾ ഉണ്ടാകുന്ന മെയിൻ പ്രശ്നം, നമ്മുടെ ബിസിനസ് നമുക്ക് ഗ്രോ ചെയ്യാനുള്ള സമയം കിട്ടില്ല. കാരണം നമുക്കൊന്ന് ഇരുന്ന് സമാധാനപരമായി ചിന്തിച്ചിട്ട് വേണം, എന്താണ് എൻ്റെ പ്രശ്നം, എവിടെയാണ് എൻ്റെ പ്രശ്നം, ആരെ കൊണ്ട് അത് ഡീൽ ചെയ്യിക്കാം, അല്ലെങ്കിൽ എങ്ങനെ ഡീൽ ചെയ്യിക്കാം, ഈ കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ചിലപ്പോൾ നമ്മുടെ സെയിൽസിലായിരിക്കും പ്രശ്നം, ചിലപ്പോൾ നമുക്ക് പുതിയ കസ്റ്റമേഴ്സ് വരാത്തതായിരിക്കും പ്രശ്നം, ചിലപ്പോൾ നമുക്ക് എൻക്വയറീസ് ഇല്ലാത്തതായിരിക്കും പ്രശ്നം, ചിലപ്പം എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ക്ലയൻറ്റിനെ മുന്നോട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റാത്തതായിരിക്കും, കാരണം അവരെ നിലനിർത്താൻ പറ്റാത്തതായിരിക്കും പ്രശ്നം. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമ്മുടെ ആവശ്യം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം ഈ ബോട്ടിൽ നെക്ക്, അല്ലെങ്കിൽ ഈ ഒരു പ്രതിസന്ധി, ആ ഒരു സ്റ്റെക്ക് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സോ ആ സ്റ്റെക്ക് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമുക്ക് കോമൺ ആയിട്ട് നമ്മുടെ മനസ്സിൽ കിടക്കുന്ന റോങ് അസംഷൻ ഉണ്ട്. കാരണം ചില കാര്യങ്ങൾ ഇങ്ങനെ വരൂ എന്ന് നമ്മൾ മനസ്സിൽ ചിന്തിച്ച് വെച്ചിരുന്നാൽ നമുക്ക് അത് തന്നെ സംഭവിക്കത്തുള്ളൂ. സോ അങ്ങനെ ഉള്ള ചെറിയ കുറച്ച് റോങ് അസംഷൻസ് നമുക്ക് നോക്കാം. സോ ഒന്നാമത്തെ അസംഷൻ ഇതാണ്: നമ്മൾ കൂടുതലായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ എൻ്റെ ബിസിനസ് കൂടുതലായി ഗ്രോ ചെയ്യും. ഇങ്ങനെ ഒരു അസംഷൻ നമ്മുടെ മനസ്സിൽ ഉണ്ടായാൽ നമ്മുടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞുതരാം. ഇവിടെ നമ്മൾ കൂടുതലായിട്ട് വർക്ക് ചെയ്യും, ഈ പറഞ്ഞതുപോലെ 9 to 6, അല്ലെങ്കിൽ രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെ. ഇങ്ങനെ നമ്മൾ കൂടുതലായിട്ട് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കത്തുള്ളൂ. ഇവിടെ നമ്മളൊരു സാധാരണ തൊഴിലാളിയെ പോലെ തന്നെ, അതായത് നമ്മുടെ ഒരു എംപ്ലോയിയെ പോലെ മാത്രമായിരിക്കും നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഒന്നും കൂടെ പറയാം, നമ്മൾ കൂടുതൽ നേരം വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ബിസിനസ്സിൻ്റെ ഗ്രോത്ത് പ്ലാൻ ചെയ്യാൻ, ഇതിൻ്റെ മാർക്കറ്റിങ്ങിന് പ്ലാൻ ചെയ്യാൻ, പുതിയ പ്രൊഡക്റ്റ് നമുക്ക് ലോഞ്ച് ചെയ്യാൻ, അതേപോലെ മാർക്കറ്റിങ്ങിലുള്ള പ്രശ്നം പഠിച്ച് പുതിയ ആഡ് ഇടാൻ, അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാൻ, ഇതിനൊക്കെ ആർക്ക് ചിന്തിക്കാൻ സമയമുണ്ടാവും? അതായത് നിങ്ങളൊരു ബിസിനസ് ഓണർ ആവുകയും ഫുൾ ടൈം വർക്ക് ചെയ്യുകയും ചെയ്യുമ്പോഴുള്ള അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിത് മനസ്സിലാക്കുക, എത്രത്തോളം കൂടുതലായിട്ട് നിങ്ങൾ ബിസിനസ് ഓണേഴ്സ് വർക്ക് ചെയ്യുന്നു അത് എംപ്ലോയി ആയി മാറുകയേ ഉള്ളൂ. ഓക്കെ, നമ്മുടെ ബിസിനസ് ഗ്രോ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമുക്ക് വേണ്ടത് കുറച്ചു നേരം നമ്മുടെ ബിസിനസ്സിൻ്റെ പ്രശ്നം കണ്ടുപിടിക്കാനും അതിന് ഏറ്റവും വലിയ പ്രശ്നം ആദ്യം സോൾവ് ചെയ്യാനുള്ള ഒരു ടൈമാണ്. ഇനി രണ്ടാമത്തെ ഒരു കോമൺ പ്രശ്നമാണ്, കോമൺ അസംഷനാണ്, അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണയാണ്: ഞാൻ എണ്ണം കൂടുതൽ പോസ്റ്റ് ചെയ്താൽ കസ്റ്റമർ ഓട്ടോമാറ്റിക്കായിട്ട് വരും. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചു റെഗുലറായി പോസ്റ്റ് ചെയ്യണമെന്ന്. അവിടെ ഒരിക്കലും എണ്ണമല്ല പറഞ്ഞത്, റെഗുലറായി പോസ്റ്റ് ചെയ്യണം, ഒരു സ്ഥിരതയോടുകൂടെ പോസ്റ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. കാരണം കൂടുതൽ പോസ്റ്റ് നമ്മൾ വെറുതെ ക്രിയേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് ആരെയും കണക്റ്റ് ആക്കില്ല, ആരും നമ്മളിലേക്ക് കസ്റ്റമറായി വരില്ല. അപ്പോൾ പോസ്റ്റിൻ്റെ എണ്ണത്തിനല്ല ഇമ്പോർട്ടൻറ്റ്,
നമ്മൾ അതിലിടുന്ന കോണ്ടന്റ്, നമ്മുടെ ആ പോസ്റ്റർ, അതുപോലെ നമ്മുടെ പ്രൈമറി ടെക്സ്റ്റ്, അതുപോലെ അതിൽ CTA ആഡ് ചെയ്യണം. ഓരോ കാര്യങ്ങളും നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ കസ്റ്റമർ കൂടുതൽ നമ്മളിലേക്ക് വരുന്നത്. ഇനി അടുത്തൊരു പ്രശ്നം, എല്ലാവരും പറയും എനിക്ക് സെയിൽ വളരെ കുറവാണ്, ഞാനിപ്പോൾ കുറച്ച് പ്രൈസ് ഒന്ന് കുറച്ച് നോക്കാം. ഇങ്ങനെ ഒരു തോട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടോ? എൻ്റെ സെയിൽ കൂടാത്തത് ഞാൻ പ്രൈസ് കുറയ്ക്കാത്തതുകൊണ്ടാണ്. സോ ഒന്നാമത്തെ ചോദിക്കട്ടെ, പേഴ്സണലി ഞാൻ ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങളോട് തന്നെ മനസ്സിലൊന്ന് ചോദിച്ചു നോക്കിയാൽ മതി. നിങ്ങളൊരു പ്രൊഡക്റ്റ് വിൽക്കുന്നത് MRPയിലാണെങ്കിൽ അതിനൊരു 20% പ്രോഫിറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. MRPയിൽ വിൽക്കുന്ന പ്രൈസ്, MRPയിൽ വിൽക്കുന്ന സെയിൽ. അപ്പോൾ ഇതേ പ്രൈസ് നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു 20% ഉള്ള പ്രോഫിറ്റ് നിങ്ങൾക്ക് കുറയത്തല്ലേ ഉള്ളൂ. MRPയിൽ നമുക്ക് 20% പ്രോഫിറ്റ് കിട്ടുമെങ്കിൽ നമ്മളത് ലോവർ ചെയ്ത് കഴിഞ്ഞാൽ, ആ പ്രൈസ് ലോവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോഫിറ്റ് വീണ്ടും വീണ്ടും കുറയും. നിങ്ങൾക്ക് അത് മാത്രമല്ല, പരമാവധി നിങ്ങൾക്ക് എത്ര പെർസെൻറ്റേജ് കുറയ്ക്കാൻ പറ്റും? ഈ പറഞ്ഞ 20%. ഈ 20% നിങ്ങൾ കുറച്ചിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ആ ഒരു ബിസിനസ് നിങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ആർക്കാണ് മെച്ചം? അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ബെനിഫിറ്റ്? ഈ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പം നമുക്ക് എപ്പോഴും അറിയേണ്ടത് ആ MRPയിൽ സെയിൽ ക്ലോസ് ചെയ്യാനുള്ള ടെക്നിക്കാണ്, അതിനുവേണ്ടിയുള്ള തന്ത്രങ്ങളാണ്, സ്ട്രാറ്റജികളാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളോട് തന്നെ ചോദിക്കുക. MRPയിൽ നിന്ന് അല്ലെങ്കിൽ എൻ്റെ നിലവിലെ പ്രൈസിൽ നിന്ന് ഞാൻ കുറച്ചാൽ എത്ര പ്രോഫിറ്റാണ് കുറയുക? അതുപോലെ പുതിയൊരു കാര്യം കൂടി പറഞ്ഞുതരാം. എപ്പോഴും നിങ്ങൾ പ്രൈസ് കുറച്ചാണ് കൊടുക്കുന്നതെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾ ആലോചിച്ചാൽ മതി, അത് മേടിക്കുന്ന കസ്റ്റമേഴ്സിന് കംപ്ലയിൻറ്റ്സ് വളരെ കൂടുതലായിരിക്കും. നിങ്ങൾ എത്രത്തോളം പ്രൈസ് കുറച്ച്, കസ്റ്റമറുടെ ബാർഗെയിനിങ് കൊണ്ട് നിങ്ങൾ എത്രത്തോളം പ്രൈസ് കുറച്ചോ അതിനനുസരിച്ച് നിങ്ങളുടെ തലവേദന അല്ലെങ്കിൽ ആ കസ്റ്റമറിൻ്റെ സാറ്റിസ്ഫാക്ഷൻ അത്രയും കുറയും. അവരങ്ങനെ വീണ്ടും വീണ്ടും അതിൽ ചോദിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ മലയാളികളുടെ ഒരു കോമൺ ഭാഷയിൽ പറഞ്ഞാൽ ആ കസ്റ്റമർ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. കാരണം അവരങ്ങനെയാണ്. കാരണം ദാറ്റ് മച്ച് ബാർഗെയിനിങ് അവർ ചെയ്യുമ്പോഴേ മനസ്സിലാക്കിക്കൊള്ളുക, ആ കസ്റ്റമർ നിങ്ങൾക്കൊരു തലവേദന സൃഷ്ടിക്കാൻ കാരണമാകും. അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ കോമൺലി ഒരു അസംഷൻ ഇതാണ്, അതായത് ഞാൻ ഒരു കോഴ്സ് മേടിച്ചു, ഓക്കെ, അത് ഇന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നായിരുന്നു. പിന്നെ ഞാൻ രണ്ടാമത്തെ പരസ്യം കണ്ടു, ആ കോഴ്സ് ഞാൻ മേടിച്ചു, അത് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നായിരുന്നു. ഓക്കെ, ഞാൻ രണ്ട് കോഴ്സേ നിലവിൽ മേടിച്ചിട്ടുള്ളൂ. ഒരു 3-4 മേടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ ബിസിനസ് ശരിയാവുകയായിരിക്കും. സത്യം പറഞ്ഞാൽ അങ്ങനെ ശരിയാവാൻ ഉള്ളതാണ് നിങ്ങളുടെ ബിസിനസ് എങ്കിൽ. ഇപ്പം നിങ്ങൾ നോക്കിയാൽ മതി, കേരളത്തിൽ മിനിമം ഒരു 10-20 ലക്ഷം ആൾക്കാരെങ്കിലും ചെറുകിട ബിസിനസ് ചെയ്യുന്നുണ്ടാവും. ഈ ആൾക്കാർ, മെജോറിറ്റി ആൾക്കാരും ഈ കോഴ്സ് വാങ്ങിയിട്ടുണ്ടാവും. ഇപ്പം നമ്മുടെ പ്രശാന്ത് സാറ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ കോഴ്സുകൾ ഇഷ്ടംപോലെ വാങ്ങി നമുക്ക് പ്രതീക്ഷയോടെ മേടിച്ച് വെക്കാമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്കതിൽ പഠിച്ച് അതിൻ്റെ ഓരോരോ പ്രാക്ടിക്കൽ സെക്ഷൻ ഇംപ്ലിമെൻ്റ് ചെയ്ത് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ച് അതിനെ ഒരു നല്ല മോഡലാക്കി അല്ലെങ്കിൽ നല്ലൊരു സ്ട്രാറ്റജിയാക്കി നല്ലൊരു തന്ത്രമാക്കി നിങ്ങളുടെ ബിസിനസ്സിലേക്ക് മാറ്റിയാൽ മാത്രമേ നിങ്ങളുടെ ബിസിനസ് ഗ്രോ ചെയ്യൂ. അതിനുവേണ്ടിയാണ് ഹിറ്റ്ക്ലിക്സിൻ്റെ ഈ ഒരു മിഷൻ തന്നെ. കാരണം ഒത്തിരി ആൾക്കാർ പല കോഴ്സും വാങ്ങി അവർ ബുദ്ധിമുട്ടി, സംശയങ്ങൾ ചോദിക്കാൻ പറ്റാതെ റെക്കോർഡിംഗ് ക്ലാസ്സുകളുടെ ബണ്ടിലുകൾ ഗൂഗിൾ ഡ്രൈവിലും യൂട്യൂബിലും ചില കോഴ്സ് ആപ്പുകളിലും വെച്ചിരിക്കുകയാണ്. അത് ഒരിക്കലും നമ്മൾ കോഴിക്ക് മുട്ട വയ്ക്കുന്ന പോലെ അടയിരുന്ന ബിസിനസ്സിലേക്ക് ഗ്രോത്ത് ഉണ്ടാകത്തില്ല. സോ ഞാനത് പറഞ്ഞപ്പം നിങ്ങൾക്കത് കുറച്ച് ഹാർഡായി തോന്നിയിരിക്കാം. ഡോണ്ട് വറി, നിങ്ങൾ തന്നെ ക്ലാസ്സിന് ശേഷം ഒന്ന് ആലോചിച്ചാൽ മതി, ഞാൻ എത്ര കോഴ്സ് കണ്ടു. ഇപ്പോൾ യൂട്യൂബിൽ ഇഷ്ടംപോലെ ഈ നോളജ് ഫുള്ള് കിട്ടും. എന്ത് ചെയ്യണമെങ്കിലും സെർച്ച് ചെയ്താൽ കിട്ടും. ഇത്രയും കണ്ടന്റ് അവിടെ ഇരുന്നിട്ട് പോലും ഇത്രയും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കേരളത്തിലുണ്ടെങ്കിൽ അത് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി, എന്തായിരിക്കും അതിൻ്റെ കാരണം. സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ. കോച്ചിങ് ക്ലാസ്സുകളെല്ലാം നോളജുകൾ മാത്രമാണ്. മെജോറിറ്റി പ്രാക്ടിക്കൽ എക്സ്പെരിമെൻ്റ് ഇല്ല. പിന്നെ മെജോറിറ്റി സംശയം ചോദിച്ചാൽ പറഞ്ഞു തരാൻ ആളില്ല. ഓക്കെ, അപ്പം നിങ്ങളോട് എനിക്ക് ഒരു റിക്വസ്റ്റ് ചെയ്യാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഓരോ ദിവസവും നമ്മൾ തരുന്ന പ്രോംപ്റ്റുകൾ നിങ്ങൾ ട്രൈ ചെയ്യുക. ജസ്റ്റ് അത് ChatGPT കൊണ്ടിട്ട് ട്രൈ ചെയ്യുക. അതിനുശേഷം ചിലപ്പോൾ നിങ്ങൾക്ക് ചോദ്യം അറിയാത്തതായിരിക്കും, അല്ലെങ്കിൽ ChatGPT നിങ്ങളോട് റെസ്പോണ്ട് ചെയ്യുമ്പോൾ ഇതെന്താ, അല്ലെങ്കിൽ ഇത് മനസ്സിലാവുന്നില്ല. പ്രശാന്ത് സാർ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, ഞാൻ ഒരേ ആൻസർ 2-3 തവണ കൊടുത്തു. അത് സംഭവിക്കാം. കാരണം ChatGPT എന്ന് പറയുന്നത് ഒരു മനുഷ്യനല്ല, അതൊരു ഒരു നിർമ്മിത ബുദ്ധിയാണ്. ആ ബുദ്ധിയിൽ മണ്ടത്തരങ്ങൾ പറ്റാം. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങളുടെ സംശയങ്ങൾ വരുമ്പോൾ നിങ്ങളത് ചോദിക്കാനുള്ള ധൈര്യം കാണിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതിന് മുമ്പ്
ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഇപ്പം നമുക്കെല്ലാവർക്കും കാറുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിക്കുക, ഒന്ന് ജസ്റ്റ് ക്ലോസ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ണ് നടക്കുക. നമ്മളൊരു ദിവസം കാറെടുത്ത് ഒരു യാത്ര പോയി ചെറുതായിട്ട്. സോ അവിടെ നമുക്ക് എന്താണെന്നറിയില്ല, വണ്ടി പകുതി വഴിക്ക് ബ്രേക്ക് ഡൗൺ ആയി. സോ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടോ അല്ലെങ്കിൽ പാർട്ട്ണറോ അല്ലെങ്കിൽ ഡ്രൈവറോ ആരോ ആണ് വണ്ടി ഓടിക്കുന്നത്, നിങ്ങളല്ല. സോ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ആ വണ്ടി ഒന്ന് തള്ളേണ്ട അവസ്ഥ, ഉന്തി മാറ്റേണ്ട അവസ്ഥ വരികയാണ്. അപ്പം നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നു. അപ്പോൾ ഡ്രൈവറോട് വണ്ടി നോക്കിക്കോ എന്ന് പറഞ്ഞു. ഞാൻ തള്ളാം എന്നുള്ള പ്രോമിസിലാണ് നിങ്ങൾ പുറത്തിറങ്ങുന്നത്. സോ നിങ്ങൾ കുറച്ചു നേരം വണ്ടി തള്ളുന്നുണ്ട്. ആദ്യം തള്ളുമ്പോൾ നിങ്ങൾ വിചാരിച്ചു ഈ വണ്ടി ഇപ്പം അനങ്ങും, ഇപ്പം പോകാൻ പറ്റും. എന്താണ് പ്രശ്നം നിങ്ങൾക്ക് അറിയുന്നില്ല. സോ നിങ്ങൾ കുറച്ചും കൂടെ ഹാർഡായിട്ട് പുഷ് ചെയ്യുന്നു. അപ്പോൾ വണ്ടി ചെറുതായിട്ട് നനങ്ങി. അപ്പോൾ നിങ്ങൾക്ക് പിന്നെയും പ്രതീക്ഷയായി ഈ വണ്ടി ഇപ്പം തന്നെ മുന്നോട്ട് പോകും. ദെൻ അഗൈൻ നിങ്ങൾ കുറച്ചും കൂടി ഹാർഡായിട്ട് ആ വണ്ടിയെ തള്ളാൻ നോക്കുകയാണ്. പക്ഷേ ആ ഒരു അനക്കമല്ലാതെ വേറെ പുതിയതായിട്ടൊന്നും തന്നെ വ്യത്യാസമില്ല. സോ നിങ്ങൾ നിരാശനായി നേരെ ഡ്രൈവറുടെ അടുത്തേക്ക് ചെന്നു. അപ്പോഴാണ് നിങ്ങൾ നോക്കുന്നത്, വണ്ടി നിർത്തിയപ്പോൾ ഡ്രൈവർ ഹാൻഡ് ബ്രേക്ക് ഇട്ട് വെച്ചിരുന്നു. സോ ആ ഹാൻഡ് ബ്രേക്ക് കാണുന്ന ആ അവസരത്തിൽ നിങ്ങൾ ആ ഡ്രൈവറോട് എന്ത് പറയും? ഇത് എന്നോട് പറയേണ്ട, നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. സോ ഇതേപോലെയാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ബിസിനസ് ചെയ്യുന്നത്. നമ്മളൊരു മാർക്കറ്റിംഗ് ആയിരിക്കും നമ്മുടെ ആ കാറ്, അത് നമ്മൾ തള്ളി നോക്കും. അല്ലെങ്കിൽ സെയിൽസ് ആയിരിക്കും നമ്മുടെ ആ കാർ, നമ്മൾ തള്ളി നോക്കും. ചെറുതായിട്ട് അനങ്ങുമ്പോൾ നമുക്ക് പ്രതീക്ഷ കൂടും, ഞാനിപ്പം അങ്ങ് ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കും. പക്ഷേ വീണ്ടും വീണ്ടും നമ്മൾ എത്രത്തോളം അതിൻ്റെ മേലെ ഹാർഡ് വർക്ക് ചെയ്യുന്നോ, ഹാർഡായിട്ട് പുഷ് ചെയ്യുന്നോ, ഒന്നും തന്നെ സംഭവിക്കില്ല. പക്ഷേ നമ്മളെന്താ, അവസാനം നമ്മൾ സാധാരണ ആ ഡ്രൈവറുടെ അടുത്ത് പോയി ഹാൻഡ് ബ്രേക്കോ എന്താ പ്രശ്നം എന്ന് പറയാനുള്ള അല്ലെങ്കിൽ ആ നോക്കാനുള്ള മനസ്സ് പോലും ബിസിനസ്സിൽ, സെയിൽസിലോ മാർക്കറ്റിങ്ങിലോ നമ്മൾ കാണിക്കില്ല. ഇതാണ് ശരിയായിട്ടുള്ള പ്രശ്നം. അപ്പോൾ ആ ഒരു ഹാൻഡ് ബ്രേക്ക്, ആ ഹിഡൻ ആയിട്ടുള്ള ആ ഹാൻഡ് ബ്രേക്ക് മാറിക്കഴിഞ്ഞാൽ നമുക്ക് അത് കണ്ടെത്താൻ പറ്റും, അല്ലെങ്കിൽ നമുക്കത് പരിഹരിക്കാൻ പറ്റും. സോ ഒരു വണ്ടി തള്ളുന്ന കേസിൽ ഒരു ഹാൻഡ് ബ്രേക്ക് ഹിഡൻ ആണെങ്കിൽ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റി. അങ്ങനെയാണെങ്കിൽ ഇന്നിരിക്കുന്ന പല ബിസിനസ്സുകാരും അവരുടെ പല പ്രശ്നമാണ്. ഈ പല പ്രശ്നങ്ങളെ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? ഈ പല പ്രശ്നങ്ങളെ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? കാരണം ചിലവരുടെ പ്രശ്നം കസ്റ്റമർ ഇല്ലാത്തതായിരിക്കും, ചിലവരുടെ പ്രശ്നം എൻക്വയറി ഇല്ലാത്തതായിരിക്കും, ചിലവർക്ക് സോഷ്യൽ മീഡിയയിൽ വിസിബിലിറ്റി ഇല്ലായിരിക്കും, ചിലവർക്ക് ഓൺലൈനിൽ ഒന്നും തന്നെ ഇല്ലായിരിക്കും, ചിലവർക്ക് കസ്റ്റമർ ഉണ്ട്, സെയിൽസ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ വന്ന കസ്റ്റമറെ നമുക്ക് വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ലായിരിക്കും. സോ ഇങ്ങനെയുള്ള ഡിഫറൻറ്റ് സെനാരിയോസ്, ഡിഫറൻറ്റ് ബിസിനസ്സിന് വേണ്ടിയുള്ള ഒരൊറ്റ സിംഗിൾ പ്രോംപ്റ്റാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ആ പ്രോംപ്റ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ബിസിനസ്സിനനുസരിച്ച് നമ്മളോട് ChatGPT ഇങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. വരുന്ന ആഴ്ചയിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട 3 കാര്യമാണ് ChatGPT അതിൽ പറയുക. അതും വലിയ കാര്യങ്ങളൊന്നും ആയിരിക്കില്ല, ചെറിയ കാര്യമായിരിക്കും. ഞാൻ ഗ്യാരണ്ടി, ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി നിങ്ങളുടെ ബിസിനസ്സിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് അല്ലെങ്കിൽ കറണ്ട് അവസ്ഥ, നിജസ്ഥിതി പക്ക പഠിച്ചതിന് ശേഷം ഓരോരോ സജഷൻസ് പറഞ്ഞു തന്ന് ഫൈനലി നിങ്ങൾ അടുത്ത ആഴ്ച ഇമ്മീഡിയറ്റ് ആയിട്ട് ദിസ് വീക്ക് ചെയ്യേണ്ട 3 ആക്ഷനാണ് പറഞ്ഞു തരുക. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതിൽ നിങ്ങൾ ചെയ്യേണ്ട മസ്റ്റായിട്ടുള്ള കാര്യം, സത്യം മാത്രമേ ChatGPTക്ക് പറഞ്ഞു കൊടുക്കാവൂ. വരുന്ന ഹിറ്റ് ക്ലിക്സ് ഫൗണ്ടേഴ്സ് ക്ലബിലേക്ക് സ്വാഗതം.